റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 32-ാം ഭാഗം. ജീപ്പിനരികിലേക്ക് അടിവച്ചടിവച്ച് പോകുന്ന ചിലങ്കയുടെ ശബ്ദവും ആ ശബ്ദം അവസാനം ജീപ്പ് സ്റ്റാർട്ടായി മുന്നോട്ട് പോകുന്ന ശബ്ദവും തിരുനങ്കൈകൾ അവിടേക്ക് നോക്കാതെ നിലത്തേക്ക് നോക്കിയിരുന്ന് കേട്ടു. ഫ്ലാറ്റിൽ കിരണിനൊപ്പം കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന റാമിന് പാട്ടിയുടെ ഫോണിൽ നിന്നും ഒരു കോൾ വന്നു. റാം പയ്യ, വെട്ടു ഇതുവരെ വന്നിട്ടില്ല. റാം ഫോണിലെ ഡിസ്പ്ലേയിൽ സമയം നോക്കി. 12 മണി. ഞാനെന്ന് അവനെ വിളിച്ചു നോക്കട്ടെ പാട്ടി. റാം കോൾ കട്ടാക്കാൻ തുടങ്ങിയതും പാട്ടി വീണ്ടും സംസാരിച്ചു. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് മോനെ. അതുമല്ല, രേഷ്മയുടെ അമ്മയെ ഞാൻ വിളിച്ചിരുന്നു. അവളും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ആനന്ദി എവിടെ പാട്ടി? അവൾ അവരെ നോക്കാൻ പോയിരിക്കുക. എനിക്കെന്തോ പേടി തോന്നുന്നു മോനെ. അവർക്ക് രണ്ടുപേർക്കും എന്തോ അപകടം സംഭവിച്ചതുപോലെ ഒരു തോന്നൽ. പാട്ടി കരച്ചിലിൻ്റെ വക്കിലെത്തിയതുപോലെ റാമിന് തോന്നി. അവൻ കിടക്കിൽ എഴുന്നേറ്റിരുന്നു. ഏയ് പാട്ടി, വിഷമിക്കല്ലേ. അവർ രണ്ടുപേരും ഇല്ലേ? എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് നടപ്പുണ്ടാവും. ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ തന്നെ നമുക്കറിയാമല്ലോ അവരുടെ രണ്ടുപേരുടെ സ്വഭാവം. എന്ത് പ്രശ്നം വന്നാലും അവർ ഒരുമിച്ചതിനെ നേരിടും. എന്തായാലും ഞാൻ പെട്ടെന്ന് വരാം പാട്ടി. അതുവരെ ടെൻഷൻ അടിക്കാതെ ഇരിക്കും. റാം കിരണിനെ നോക്കി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഡ്രസ്സ് മാറിയിട്ട് ഹാളിലെ ഷെൽഫിൽ നിന്ന് ബിനീഷേട്ടൻ്റെ ബുള്ളറ്റിൻ്റെ കീയും എടുത്ത് ബാൽക്കണിയിലെ വാതിലിലൂടെ പുറത്തേക്ക് കടന്നു. പോകും മുൻപ് ബിനീഷേട്ടന് ഒരു മെസ്സേജും അയച്ചു. മല്യയും കൊണ്ട് SI ഫാറൂഖും ഡ്രൈവർ കതിർവേലും അവർ സ്ഥിരം പോകാറുള്ള ഗിണ്ടിക്കടുത്തുള്ള ഗോഡൗണിലേക്ക് എത്തിയിരുന്നു. മല്യയുടെ ജീപ്പിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞിട്ട് ഫാറൂഖ് കാക്കി പാൻസിൻ്റെ ബെൽറ്റ് അഴിച്ചു. മുട്ടിൽ വാടി, അയാൾ വിളിച്ചു പറഞ്ഞു. കതിർവേൽ വണ്ടിയുടെ മുൻവശത്ത് വച്ചിരുന്ന കപ്പലണ്ടിപ്പൊതി തുറന്ന് അതിൽ നിന്നും ഓരോന്നും കുറിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. മല്ലി വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അതേ സ്ഥലത്ത് തന്നെ മടിയോടെ നിന്നു. അവൾക്കറിയാമായിരുന്നു സാധാരണ അയാൾ അങ്ങനെ വിളിച്ച് അരികിലെത്തുമ്പോൾ ചെവിക്കല്ലിനടിക്കുമെന്ന്. സാർ, എനിക്ക് തീരെ വയ്യ, എന്നെ ഇന്നത്തേക്ക് വിട്ടേക്ക്. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കാതെ നിലത്തേക്ക് തലകുണിച്ച് എന്ന് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാനവിടെ വരുമ്പോൾ നീ തുള്ളിക്കളിക്കുമായിരുന്നുവല്ലോ. അടവിറക്കാതെ വന്ന് മുട്ടിൽ നിൽക്കടി. അയാളുടെ ശബ്ദം കനത്തു. ജീപ്പിൻ്റെ പിന്നിലൂടെ ചെന്ന് കതിർവേൽ മല്ലിയുടെ ചന്തിക്കിട്ട് ആഞ്ഞു തൊഴിച്ചു. അവൾ തെറിച്ചുപോയി ഫാറൂഖിൻ്റെ മുന്നിലേക്ക് കമഴ്ന്നു വീണു. ആ സമയത്ത് കതിർവേൽ എന്തോ തമാശ സംഭവിച്ചതുപോലെ നിർത്താതെ ചിരിച്ചു. ഫാറൂഖ് മല്ലിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നിലത്തു നിന്നും എഴുന്നേൽപ്പിച്ച് ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. ബിരിയാണിയാണോ കഴിച്ചത്? അയാളൊരു വശത്തേക്ക് ചരിഞ്ഞു തുപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് മല്ലിയുടെ സാരിയുടെ അറ്റത്ത് പിടിച്ച് ഒറ്റ വലി വലിച്ചു. പാഞ്ചാലിക്ക ഇതിനു മുൻപ് ഈ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. ഫാറൂഖ് മല്ലിയുടെ സാരി വലിച്ചൂരുന്നതിനിടയിൽ കതിർവേൽ പിൻവശത്ത് നിന്നും ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. സാരി മൊത്തമായും വലിച്ചൂരിയതും മല്ലി തല ചുറ്റിയതുപോലെ ഒന്ന് നിന്നു. ആ സമയത്ത് SI ഫാറൂഖ് അവളുടെ ചെകിട്ടത്ത് വലിഞ്ഞടിച്ചു. ഒരു ആർത്തനാദത്തോടെ അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ഫാറൂഖ് തൻ്റെ പാൻസിൻ്റെ സിപ്പഴിച്ച് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. റാം പാട്ടിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം 12:30 കഴിഞ്ഞിരുന്നു. പാട്ടി വാതുക്കിലെ തിണ്ണയിൽ പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. റാമിനെ കണ്ടതും അവർ അത്രയും സമയം ഉള്ളിൽ അടക്കി വെച്ചിരുന്ന മനോവിഷമങ്ങൾ കണ്ണുനീരായി പുറത്തു വന്നു. അവർ കരയുന്നത് കണ്ടതും റാം അവരെ ചേർത്ത് പിടിച്ചു. എൻ്റെ പാട്ടിക്ക് പ്രഷർ കൂടിയാലുള്ള കുഴപ്പം അറിയാലോ. ലാസ്റ്റ് അവർ രണ്ടാളും തിരിച്ചു വന്നിട്ട് പാട്ടിയെ തിരക്കുമ്പോൾ ഞാനും ആനന്ദിയും എന്ത് സമാധാനം പറയും? അതുകൊണ്ട് ദയവായി ഇങ്ങനെ വിഷമിക്കാതെ, അവൻ അവരുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആനന്ദിയുടെ ലൂണ ഗേറ്റ് കടന്നു വന്നത് റാമും പാട്ടിയും കണ്ടു. അവളെ കണ്ടതും പാട്ടി നിലത്തു നിന്നും എഴുന്നേറ്റു. എന്തായി മോളെ? അവരുടെ ചോദ്യത്തിന് മുന്നിൽ അവളുടെ മുഖത്ത് നിരാശയായിരുന്നു. ബസന്ത് നഗറിലൊക്കെ നോക്കിയോ? അവൾ നിഷ്കളങ്കതയോടെ ചോദിച്ചു. ആനന്ദി വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് അവരെ തന്നോട് ചേർത്ത് പിടിച്ചു. ഞാൻ രേഷ്മയുടെ വീട്ടിൽ പോയി. അവിടെ അവളുടെ അപ്പയൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. പിന്നെ രേഷ്മയുടെയും വെട്ടിയുടെയും സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് രാവിലെ വരെ നോക്കാമെന്ന അവരുടെ തീരുമാനം. അത് പറയുന്ന സമയത്ത് ആനന്ദിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൾ അവരിരുവരുടെയും അരികിൽ നിന്നും ഗേറ്റിനരികിലേക്ക് മാറി നിന്ന ശേഷം ഫോൺ എടുത്തു. ഗോഡൌണിൽ നിന്ന് മല്ലിയുടെ അലർച്ച ഉയർന്നു കേട്ടു. അവളുടെ ഇടതു തുടയിൽ SI ഫാറൂഖ് സിഗരറ്റ് കൊണ്ട് കുത്തിയ പാടിൽ തൊടാൻ കഴിയാതെ അവൾ ഏങ്ങലടിച്ചു. അവളുടെ കവിളിൽ രണ്ടിടത്തും ഫാറൂഖിൻ്റെ കൈപ്പത്തിയുടെ അടയാളങ്ങൾ ചുവന്നു തടിച്ച് കാണപ്പെട്ടു. ഫാറൂഖ് അവളിൽ നിന്നും മാറിയതും കതിർവേൽ പാൻസിൻ്റെ സിപ്പ് അഴിച്ചുകൊണ്ട് വന്നെത്തി. തിരിഞ്ഞു നിൽക്കടി, അയാൾ നഗ്നയായി നിലത്ത് മുഖം പൊത്തിയിരിക്കുന്ന മല്ലിയോട് ആജ്ഞാപിക്കുന്ന തരത്തിൽ പറഞ്ഞു. ആ സമയത്ത് അവളുടെ ഉടലിൽ ആ ചിലങ്കകൾ മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. എനിക്കിനി പറ്റില്ല സാർ, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഞാനും നിങ്ങളെയൊക്കെ പോലെ ഒരു മനുഷ്യജീവിയാണ്. അവൾ മുകളിലേക്ക് കൈകൾ കൂപ്പിപ്പിടിച്ചു. കതിർവേൽ കൊതുകിനെ കൈക്കുള്ളിൽ വച്ച് ആഞ്ഞടിക്കുന്നത് പോലെ അവളുടെ കൂപ്പിപ്പിടിച്ച കൈകൾ അകത്താക്കി ബലിഷ്ഠമായ അയാളുടെ ഇരു കൈപ്പത്തികളും കൊണ്ട് ആഞ്ഞടിച്ചു. തൻ്റെ കൈവിരലുകളിലെ അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങിയതുപോലെ മല്ലിക്ക് അനുഭവപ്പെട്ടു. വിറയ്ക്കുന്ന കൈകൾ രണ്ടും കുടഞ്ഞുകൊണ്ട് അവൾ നിലത്തിരുന്ന് അലറിക്കരഞ്ഞു. കതിർവേൽ ആർത്തു ചിരിച്ചുകൊണ്ട് മല്ലിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. തലേന്ന് അവളുടെ അനുജൻ ചവിട്ടി അതേ സ്ഥാനത്തായിരുന്നു ആ ചവിട്ടും. ആ ഒരു സംഭവത്തിന് ശേഷം മല്ലിക്ക് നെഞ്ചുവേദന ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതോടൊപ്പം ഇടയ്ക്ക് നെഞ്ചെടുപ്പ് കുറഞ്ഞും കൂടിയും വരുന്നതായും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. കതിർവേലിൻ്റെ ആ ഒരു ചവിട്ടുകൂടി താങ്ങുവാനുള്ള കെൽപ്പ് മല്ലിയുടെ ഹൃദയത്തിനുണ്ടായിരുന്നില്ല.
വെട്രിയെയും രേഷ്മയും തിരയുവാൻ വേണ്ടി പാട്ടി വീണ്ടും റാമിനെയും ആനന്ദിയെയും പറഞ്ഞയച്ചു. ആനന്ദി റാമിനൊപ്പം ബുള്ളറ്റിലാണ് പോയത്. മരീന ബീച്ച് ഉൾപ്പെടെ രേഷ്മയുടെയും വെട്രിയുടെയും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അവരിരുവരും തിരഞ്ഞുകൊണ്ടിരുന്നു. ആനന്ദി ഇടയ്ക്കിടെ പാട്ടിയെ വിളിച്ച് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി. വേലച്ചേരിയിലെ തടാകവും പോരൂർ തടാകവും ഉൾപ്പെടെ പലയിടങ്ങളിലും അവർ അന്വേഷണം നടത്തി. ഒടുവിൽ അവർ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ സമയം 5 മണിയായിരുന്നു. അപ്പോഴും പാട്ടി മുറ്റത്തായി ഉറക്കം തൂങ്ങി ഇരിപ്പുണ്ടായിരുന്നു. എന്തായി? അവരെ കണ്ടതും പാട്ടി ആകാംക്ഷയോട് ചോദിച്ചു. പാട്ടി, തൽക്കാലം പാട്ടി പോയി അല്പം വിശ്രമിക്ക്. ഞാനും ആനന്ദിയും കൂടി രേഷ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയും വച്ച് താമസിപ്പിക്കാതെ അവരുടെ അപ്പയെ കൊണ്ട് പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത്, റാം പറഞ്ഞു. പാട്ടി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ശേഷം അകത്തേക്ക് നടന്നുപോയി. ഞാൻ അങ്ങോട്ട് വരുന്നില്ല റാം. പാട്ടി ഇവിടെ തനിച്ചല്ലേ? രേഷ്മയുടെ അമ്മയുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ പറഞ്ഞു തരാം. വസന്ത് നഗറിൽ നിന്നും മഹാത്മാഗാന്ധി റോഡിലേക്ക് എത്തിയിട്ട് അവരെ വിളിച്ചാൽ അവർ കൃത്യമായി വഴി പറഞ്ഞു തരും, ആനന്ദി കയ്യിലേക്ക് ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. റാം തലകുലുക്കി. ശേഷം ആനന്ദിയുടെ ഫോണിൽ നിന്നും രേഷ്മയുടെ അമ്മയുടെ നമ്പർ തൻ്റെ ഫോണിലേക്ക് നോട്ട് ചെയ്തിട്ട് തിരികെ ബൈക്കിലേക്ക് കയറി. റാം ഗേറ്റ് കടന്നു പോയതും ആനന്ദി വേഗത്തിൽ തൻ്റെ രഹസ്യ സിം കാർഡ് ഫോണിലേക്ക് ഇട്ടുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. ഗിണ്ടിയിലൂടെ ബൈക്കിൽ വരുമ്പോൾ റാമിന് നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു. അതിരാവിലെ തന്നെ തുറന്ന ഒരു ചായക്കട കണ്ടതും അവൻ ബൈക്ക് നിർത്തി ഒരു ചായക്ക് പറഞ്ഞു. അറുവാണികളിൽ ഒരെണ്ണം കൂടി ചത്തിട്ടുണ്ട്. ഒരാൾ കടയിലേക്ക് നടന്നു വന്നുകൊണ്ട് കടക്കാരനോട് പറഞ്ഞു. ഒരു പരിചയമില്ലാതെ കാണുന്നവൻ്റെയൊക്കെ കൂടെ പോകുന്നതല്ലേ ഇവളുമാരുടെ കയ്യിലിരിപ്പ്. എന്ന് ആ പരിപാടി നിർത്തുമോ അന്ന് ഇതൊക്കെ അൽപായസിലോടുന്നത് നിൽക്കൂ, കടക്കാരൻ മറുപടി പറഞ്ഞു. സാധാരണ അറുവാണികളെപ്പോലെയല്ല, ഇതിൻ്റെ കാലിൽ ചിലങ്കിയൊക്കെയുണ്ട്. ആളെ പിടിക്കാൻ ഓരോരോ മാർഗങ്ങൾ, കടയിലേക്ക് വന്നയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചൂട് ചായ ഊതിക്കുടിച്ചുകൊണ്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന റാം ഒരു നിമിഷം വിവരം പറഞ്ഞയാളെ ഞെട്ടലോടെ നോക്കി. നിങ്ങളിപ്പോൾ പറഞ്ഞ ബോഡി എവിടെയാണ് കിടക്കുന്നത്? അവൻ ചായ തിരികെ തട്ടിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. അതാ ഗോഡൌണിനടുത്തുള്ള കുപ്പത്തൊട്ടിയിൽ, അയാൾ ലാഘവത്തോടെ പറഞ്ഞു. റാം ചായക്കടയിലെ പൈസ പോലും കൊടുക്കാൻ നിൽക്കാതെ ബൈക്കിലേക്ക് ചാടിക്കയറി സ്റ്റാർട്ട് ചെയ്തു പോയി. കടക്കാരൻ അവനെ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവനത് കേട്ടില്ല. കത്തിപ്പാറ പാലത്തിന് താഴേക്കാണ് അവൻ ആദ്യം പോയത്. നേരം പുലർന്നു വരുന്ന സമയമായതിനാൽ തിരുനങ്കൈകളും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ ബൈക്ക് വെച്ചിട്ട് മല്ലിയുടെ സാരി കെട്ടിമറിച്ച മുറിയിലേക്ക് ഓടിച്ചെന്നു. അവളെ അവിടെ കാണാതിരുന്നപ്പോൾ തൻ്റെ നെഞ്ചിനുള്ളിൽ തീയാളുന്നത് പോലെ അവന് തോന്നി. കിതപ്പോടെ അവൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന മല്ലിയുടെ കൂട്ടുകാരികളെ വിളിച്ചുണർത്തി. അവർക്ക് എന്താണ് കാര്യമെന്ന് പിടികിട്ടിയില്ല. കുപ്പത്തൊട്ടിലെ ഒരു ചിലങ്ക കെട്ടിയ ബോഡി, അത് മല്ലിയാണോ? റാം ഇപ്പോൾ വിങ്ങിപ്പൊട്ടുമെന്ന തരത്തിൽ അവരോടെല്ലാം മാറി മാറി ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ആദ്യം അലറി വിളിച്ചുകൊണ്ട് കുപ്പത്തൊട്ടിയുടെ ഭാഗത്തേക്ക് ഓടിയത് തിലോത്തമയായിരുന്നു. അവളുടെ പിന്നാലെ ബാക്കിയുള്ള 11 പേരും ഓടിപ്പോയി. പിന്നാലെ റാമും. കത്തിപ്പാറ പാലത്തിൻ്റെ മറുതലയ്ക്കലായിരുന്നു കുപ്പത്തൊട്ടി. അവിടേക്ക് ആദ്യം ഓടിയെത്തി തിലോത്തമ കണ്ടത് സാരിയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ കമിഴ്ന്നെടുക്കുന്ന ഒരു ശരീരമായിരുന്നു. ചിലങ്കകൾ കെട്ടിയ കാലുകൾ കണ്ടതും അവർ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് അവിടേക്ക് മുട്ടുകുത്തി വീണു. അപ്പോഴേക്ക് റാമിനൊപ്പം അവരുടെ കൂട്ടത്തിലെ ബാക്കിയുള്ളവരും അവിടേക്ക് വന്നെത്തിയിരുന്നു. അവരിലൊരാൾ ആ ശരീരം മറിച്ചിട്ടു. അന്തരീക്ഷത്തിൽ നേരിയ ഇരുട്ട് നിലനിന്നിരുന്നുവെങ്കിലും റാം മല്ലിയുടെ മുഖം ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. അവന് തൻ്റെ ശരീരം തളരുന്നതുപോലെ തോന്നി. കുപ്പത്തൊട്ടിക്ക് സമീപം നിന്നിരുന്നവരുടെ കൂട്ടത്തിൽ നിന്നും അവൻ പുറത്തേക്ക് കടന്ന് റോഡരികിൽ നിലത്തേക്കിരുന്നു. ഓരോ നിമിഷം ചെല്ലും തോറും അവൻ്റെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. അതൊടുവിൽ ഒരു അലറിക്കരച്ചിലായി മാറി. കുപ്പത്തൊട്ടിക്കരികിൽ നിന്നും തിരുനങ്കൈകളുടെയും റാമിൻ്റെയും നിലവിളികൾ കേട്ടാണ് അന്ന് ചെന്നൈയിൽ നേരം പുലർന്നത്. ഭൂമിക്കുമേൽ അപ്രതീക്ഷിതമായി ചാറ്റൽ മഴ പെയ്തു.